നമ്മുടെ കേരളത്തിൽ ദേശീയപാതയുടെ രണ്ട് പ്രധാനപ്പെട്ട സ്ട്രക്ചറുകൾ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്രയ്ക്കായിട്ട് തുറന്നു കൊടുത്തിരുന്നു, ഉദ്ഘാടനം ചെയ്തിരുന്നു. അതിനു പുറമെ തന്നെ അല്ലെങ്കിൽ അതിനു കൂടെ തന്നെ വിവാദങ്ങളും കൊടുമ്പിരി കൊണ്ട് നിൽക്കുകയാണ്. അതിലെ ചില വസ്തുതകളാണ് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള ദേശീയപാത വികസനം കേരളത്തിൽ ത്വരിതഗതിയിലാണ് നടക്കുന്നത്. അതിന്റെ ഒരു സ്ട്രെച്ച് തുറന്നു കൊടുക്കുക എന്ന് പറയുന്നത് ഒരുപാട് സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു നല്ല തീരുമാനം കേന്ദ്ര സർക്കാർ നടപ്പാക്കുമ്പോൾ അതിനിടയ്ക്ക് വലിയൊരു വിവാദം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ് ഇവിടുത്തെ ഇടത് സർക്കാർ. അതിന് മുന്നിൽ നിൽക്കുന്നത് മന്ത്രി PA മുഹമ്മദ് റിയാസ് ആണ്. അതുകൂടാതെ മറ്റുള്ള പല ഇടതുപക്ഷ മന്ത്രിമാരുമുണ്ട്, നേതാക്കന്മാരുമുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ ചടങ്ങ് ബഹിഷ്കരിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷം സമീപിച്ച തീരുമാനം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിനൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും ഭാരിച്ച പണച്ചെലവ് നടത്തിയിരിക്കുന്ന ഒരു പദ്ധതിയിൽ കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ മുഹമ്മദ് റിയാസിന് ക്ഷണമില്ല എന്നതുകൊണ്ടാണ് ഈ തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോകുന്നത് എന്നാണ് സർക്കാരിന്റെയും LDFന്റെയും ന്യായം എന്ന് പറയുന്നത്. ഇത് കേരളത്തിനോടുള്ള അനാദരവാണ് എന്ന മട്ടിലാണ് ശ്രീ മുഹമ്മദ് റിയാസ് പറയുന്നത്. അത് ഏറ്റെടുത്തുകൊണ്ട് ഇടതുപക്ഷം ഒന്നാകെ ഈ ഒരു ചടങ്ങിനെ ബഹിഷ്കരിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. അവരത് ചെയ്യുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ അവർ പറഞ്ഞൊരു കാര്യം, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഈ ചടങ്ങിൽ ഒരു ക്ഷണിതാവാണ്. മുഹമ്മദ് റിയാസിനെ ക്ഷണിക്കുന്നില്ല എങ്കിൽ രാജീവ് ചന്ദ്രശേഖറെ എങ്ങനെയാണ് ക്ഷണിക്കാൻ കഴിയുക എന്നുള്ള ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. അദ്ദേഹത്തിനെ മറ്റു പാർട്ടികളുടെ അധ്യക്ഷന്മാരെ ക്ഷണിക്കാത്തപ്പോൾ എന്ത് പ്രത്യേകതയിലാണ് ക്ഷണിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇടതുപക്ഷം ചോദിക്കുന്നത്. എന്തായാലും ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ, ശ്രീ മുഹമ്മദ് റിയാസ് കരഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യം ഒന്നും തന്നെ ഈ വിഷയത്തിലില്ല എന്നുള്ളത് മനസ്സിലാക്കുക. എന്തുകൊണ്ട് എന്ന് വിശദമാക്കുകയാണ് ഇവിടെ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ കോൺട്രിബ്യൂഷൻ ഏത് തരത്തിലാണ് ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുള്ളത് എന്നതാണ്. നമുക്കറിയാം, ദേശീയപാതയുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട നടപടികളാണുള്ളത്. അതിലൊന്ന് സ്ഥലമേറ്റെടുപ്പാണ്, രണ്ടാമത്തേത് അതിന്റെ നിർമ്മാണ ചെലവാണ്. ഇത് രണ്ടും ഭാരിച്ച ചെലവുകൾ തന്നെയാണ് കേരളത്തിൽ. കേരളം ദേശീയപാത അതോറിറ്റിക്ക് മുന്നിൽ വെച്ച വാഗ്ദാനം എന്താണെന്ന് വെച്ചാൽ സ്ഥലമേറ്റെടുപ്പിന്റെ 25% തുക കേരളം വഹിക്കും എന്നുള്ളതാണ്. അതായത് അതിന്റെ 3/4 ഭാഗമായിട്ടുള്ള 75% പണം കേന്ദ്ര സർക്കാർ വഹിക്കും. അതിന്റെ 1/4 പണമായിട്ടുള്ള 25% ഭാഗം സംസ്ഥാന സർക്കാർ വഹിക്കും. അതായത് ഏതാണ്ട് 27,000 കോടി രൂപ കേന്ദ്ര സർക്കാരും 5,600 കോടി രൂപ സംസ്ഥാന സർക്കാരും വഹിക്കും എന്നുള്ളതാണ് ഈ പറഞ്ഞ പ്ലാൻ. അതുകൂടാതെ ഈ നിർമ്മാണത്തിന് ആവശ്യമായിട്ട് ലോക്കലി നൽകേണ്ടുന്ന എല്ലാവിധ അനുമതികളും സംസ്ഥാന സർക്കാർ നൽകുമെന്നുള്ളതാണ് മറ്റൊരു പദ്ധതി. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പണം സോഴ്സ് ചെയ്യുന്നത് കിഫ്ബിയിൽ നിന്നാണ്. അങ്ങനെ കിഫ്ബിയിൽ നിന്ന് ഇതിനു വേണ്ടുന്ന 5,600 കോടി രൂപ അനുവദിക്കുന്നു. ബാക്കി ഏതാണ്ട് 27,000 കോടി രൂപയ്ക്ക് മുകളിലുള്ള പണം കേന്ദ്ര സർക്കാർ ഒറ്റയ്ക്കെടുക്കുന്നു. അങ്ങനെയാണ് ഈ സ്ഥലം ഏറ്റെടുപ്പ് എന്ന ഒന്നാം ഘട്ടം പൂർത്തിയാക്കുന്നത്. ഇനി രണ്ടാമത് ഇതിന്റെ നിർമ്മാണ ചെലവാണ്. ആ നിർമ്മാണ ചെലവ് എന്നത് ഇതിന്റെ എസ്റ്റിമേറ്റ് ഏതാണ്ട് 65,000 കോടി രൂപയാണ്. ഇത് പൂർണ്ണമായും, അതായത് 100% വഹിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അതിൽ സംസ്ഥാന സർക്കാരിന്റെ ഒരു പൈസ പോലും കോൺട്രിബ്യൂഷൻ ഇല്ല എന്നുള്ളതാണ് വസ്തുത. ചുരുക്കി പറഞ്ഞാൽ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ വഹിക്കുന്നത് ഏകദേശം 90,000 കോടി രൂപയ്ക്ക് മുകളിലും സംസ്ഥാന സർക്കാർ വഹിക്കുന്നത് ഏതാണ്ട് 5,600 കോടി രൂപയുമാണ്. ഇതാണ് ഇതിന്റെ എക്കണോമിക്കൽ ആയിട്ടുള്ള സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള 1/4 തുക മാത്രമാണ് ഇതിൽ സംസ്ഥാന സർക്കാരിന്റെ കോൺട്രിബ്യൂഷൻ. അതും സോഴ്സ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിൽ നിന്നല്ല, മറിച്ച് കിഫ്ബിയിൽ നിന്നാണ് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന ചടങ്ങിലേക്ക് നമ്മുടെ PWD വകുപ്പിനെ മന്ത്രിയെ ക്ഷണിക്കണം എന്ന് പറയുന്നത് എന്ത് കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നതിനെക്കുറിച്ച് മനസ്സിലാവുന്ന കാര്യമല്ല. കിഫ്ബിയുടെ തലവൻ സത്യത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇതിന് ഔദ്യോഗികമായിട്ടുള്ള ക്ഷണവുമുണ്ട്. അതുകൂടാതെ ഈ പദ്ധതിയുമായി വേണ്ട മറ്റ് ലോക്കൽ അപ്രൂവലുകളും മറ്റു പല കാര്യങ്ങളും നൽകേണ്ടുന്ന ഡിപ്പാർട്ട്മെന്റുകളുടെ ഒക്കെ മന്ത്രിമാർക്ക് ഇതുമായി ബന്ധപ്പെട്ട ക്ഷണമുണ്ട്. ഇതിൽ യാതൊരു വിധത്തിലുള്ള കോൺട്രിബ്യൂഷനും ഇല്ലാത്തത് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിനാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിന് ഈ ചടങ്ങിലേക്ക് ക്ഷണം ഒന്നും തന്നെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇനി നമുക്ക് സ്വല്പം ചരിത്രം നോക്കാം. ഒരുപാട് പഴയ ചരിത്രമൊന്നുമല്ല, കുറച്ച് പുതിയ ചരിത്രമാണ്. കഴിഞ്ഞ വർഷം മലപ്പുറത്ത് ദേശീയപാതയിൽ പണി പൂർത്തിയായിരുന്ന ഒരു സെഗ്മെന്റിൽ അവിടെ ഒരു ഭാഗം തകർന്നു വീണു എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അന്നത് വലിയ വിവാദമായിരുന്നു. അത് നിർമ്മാതാക്കൾക്കൊക്കെ തന്നെ വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിഞ്ഞ ആൾക്കാരാണ് നമ്മുടെ കേരള സംസ്ഥാനം ഭരിക്കുന്നത്. അന്ന് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് ഈ ഹൈവേ വികസനം എന്നത് പൂർണ്ണമായിട്ടും ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്, അതിൽ ആ മുതൽ ക്ഷ വരെയുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് എന്നാണ്. അതിൽ സംസ്ഥാന സർക്കാരിന് യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല എന്നും നമ്മുടെ മുഖ്യമന്ത്രി അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ തകർന്നു വീഴുന്ന സമയത്ത് ഞങ്ങൾക്ക് പങ്കില്ല, പക്ഷെ അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം അല്ലെങ്കിൽ പൂർത്തിയായ സമയത്തുള്ള ഉദ്ഘാടനം അതിൽ ഞങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല.
അത് പൂർണ്ണമായിട്ടും ഡബിൾ സ്റ്റാൻഡേർഡാണ്, ഇരട്ടത്താപ്പ് തന്നെയാണ്. ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഈ വിവാദങ്ങളിൽ വെറുതെ ഒരു ഷോ ഇറക്കാൻ വേണ്ടി മാത്രമാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം റവന്യൂ മന്ത്രിയായിട്ടുള്ള രാജനെയും ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള രാജേഷിനെയും കേന്ദ്ര സർക്കാരിനോ അതല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിനോ ഈ ഒരു ഉദ്ഘാടനത്തിലേക്ക് ക്ഷണിക്കാമെങ്കിൽ, അതല്ലെങ്കിൽ പ്രോട്ടോകോൾ പ്രകാരം അവരെയൊക്കെ തന്നെയും ഉൾപ്പെടുത്താമെങ്കിൽ മുഹമ്മദ് റിയാസിനെ മാറ്റുന്നതിന് പ്രത്യേകിച്ച് കാരണമൊന്നും തന്നെയില്ല. പക്ഷേ മുഹമ്മദ് റിയാസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് മുഹമ്മദ് റിയാസിനെ ഇതിൽ നിന്ന് മാറ്റിവെക്കാനുള്ള കാരണം. മുഹമ്മദ് റിയാസിനെയും കൂടെ ക്ഷണിക്കുകയാണെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ സകലരെയും ഈ പരിപാടിക്ക് ക്ഷണിക്കേണ്ടുന്ന ഒരു അവസ്ഥ സംജാതമായി വരുമായിരുന്നു. അപ്പോൾ നിലവിലിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആഭാലവൃന്ദം ജനങ്ങളൊക്കെ തന്നെയും അതല്ലെങ്കിൽ വൃദ്ധന്മാരായിട്ടുള്ള അണികളൊക്കെ തന്നെയും മരുമകനായിട്ടുള്ള മന്ത്രിക്ക് വേണ്ടിയിട്ട് സ്തുതി പാടുക എന്നുള്ളതിനപ്പുറം യാതൊരു ആത്മാർത്ഥതയും അതിനില്ല എന്നുള്ളതാണ് വസ്തുത. മുഹമ്മദ് റിയാസ് ആയതുകൊണ്ട് മാത്രമാണ് ഈ പറയുന്ന സ്തുതിപാഠകരൊക്കെ തന്നെയും വരുന്നത്. പിന്നെ അവരെല്ലാവരും തന്നെയും കരുതുന്നത് ഈ പൊതുമരാമത്ത് വകുപ്പ് എന്ന് പറയുന്നത് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടും ദേശീയപാത നിർമ്മിക്കുന്നതും അവിടെ ടാറിടുന്നതും മെറ്റലിടുന്നതും ഒക്കെ തന്നെയും പൊതുമരാമത്ത് വകുപ്പാണ് എന്നുള്ള തെറ്റിദ്ധാരണ ഒരു പക്ഷേ ഈ അന്തമണികൾക്കിടയിൽ ഉണ്ടായിരിക്കും എന്നുള്ളത് കൊണ്ടായിരിക്കും മുഹമ്മദ് റിയാസിനെ ക്ഷണിച്ചില്ല എന്നുള്ളതൊരു തീർത്താ തീരാത്ത അപരാധമായിട്ട് അവർ കാണുന്നത്. യഥാർത്ഥത്തിൽ യാതൊരു റോളും ഇല്ലാത്തടത്ത് വെറുതെ ഉപ്പ് വിളമ്പാൻ പോലും വലിഞ്ഞു കയറി ചെല്ലാൻ യോഗ്യത ഇല്ലാത്ത ഒരാളാണ് മുഹമ്മദ് റിയാസ് എന്നുള്ള കാരണം കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇതിൽ നിന്ന് തഴഞ്ഞത് എന്നുള്ളത് ഇനിയെങ്കിലും രോക്ഷം കൊള്ളുന്ന മലയാളികൾ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് അണികൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൽ അവസാനമായിട്ട് പറയാനുള്ളത്.